പ്രിയമുള്ളവരെ, ഓശാന ഞായറാഴ്ച ഇതിലൂടെ വിശുദ്ധ വാരത്തിലേക്ക് നമ്മൾ കിടക്കുന്നു. എന്താണ് ഓശാന ഞായർ? 3 പ്രധാന സന്ദേശങ്ങളാണ് ഓശാന ഞായറാഴ്ച ഉള്ളത്. ഈശോയെ ഓശാന പാടി സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യപ്പെട്ട് കടന്നു വരുന്ന ഈശോ മിശിഹ. പോയിന്റ് നമ്പർ 2, അവിടുത്തെ ദൈവത്തിൻ്റെ ആലയം ശുദ്ധീകരിക്കുന്നു. പോയിന്റ് നമ്പർ 3, ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ ഈശോ മിശിഹയെ പിടിച്ച് കുരിശിൽ തറയ്ക്കാനുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് കാരണമായിട്ട് അത് മാറ്റപ്പെടുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നും ഇത് തന്നെയല്ലേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. എന്തെങ്കിലും നിയോഗങ്ങൾ കൊണ്ടോ കാരണങ്ങൾ കൊണ്ടോ ഈ ശംശയുടെ ശക്തിയും ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ ഓശാന പാടി ആളെ സ്വാഗതം ചെയ്യുന്നു. ആളെ വേണ്ടത്ര പരിചയമില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ആളകത്ത് വന്ന് എന്ത് ചെയ്യുന്നു നമ്മൾ ചിന്തിക്കുന്നില്ല. പുള്ളി അകത്ത് വന്നാൽ, ഈശോ അകത്ത് വന്നാൽ ഉടനെ തന്നെ ആലയം ശുദ്ധീകരിക്കാൻ തുടങ്ങും. ഏതാണ് ദൈവത്തിൻ്റെ ആലയം? അത് എൻ്റെ ശരീരമാണ്. എത്ര പേരാണെന്നറിയോ ഈശോമസിയുടെ ഈ സ്വഭാവം കൊണ്ട് മാത്രം ഈശോയെ വിട്ടുപോകുന്നത്. ഈശോയുമായിട്ടുള്ള എൻ്റെ അടുപ്പം ലോകസുഖങ്ങളോട് ഞാൻ പറയുന്ന ആണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പലർക്കും പ്രാർത്ഥന വേണ്ട, പള്ളി വേണ്ട, കാര്യങ്ങൾ വേണ്ട. നോക്കി സെയിം അല്ലേ? ഈശോയെ കുരിശി തറയ്ക്കുന്നു, ഒറ്റ കൊടുക്കുന്നു, അല്ലെങ്കിൽ ദേവാലയം, പ്രാർത്ഥനകൾ, എന്തെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടി കാത്തിരിക്കും. പൗരോഹിത്യത്തെ താരടിക്കുക, എല്ലാ കാര്യത്തെ താരടിക്കാൻ വേണ്ടി നമ്മൾ നോക്കി നിൽക്കും. അപ്പം ഇന്നും ഇതേ സീക്വൻസ് ആണ് തുടരുന്നത്. പക്ഷേ നമ്മളിതെല്ലാം അറിഞ്ഞുകൊണ്ട്, എന്തോരം ധ്യാന കേന്ദ്രങ്ങൾ, എന്തോരം പ്രാർത്ഥന ഉണ്ട്, ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് സഭ ഈ ആഴ്ചയെ വിളിക്കുന്ന വിശുദ്ധ വാരം തന്നെ. ഈ ഒരാഴ്ച ദൈവം ആഗ്രഹിക്കുന്ന പോലെ എൻ്റെ ശരീരത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ, ഈ ആലയത്തെ ഒന്ന് ശുദ്ധീകരിക്കാൻ വേണ്ടി നമ്മുടെ ഭാഗത്തുനിന്നൊരു ശ്രമം നമ്മൾ നടത്താൻ പോവുകയാണ്. പരിശുദ്ധാത്മാവ് തന്നൊരു പ്രേരണയാണിത്. എല്ലാ ദിവസവും വൈകിട്ട് നിങ്ങൾക്ക് വേണ്ടി ഒരു ടാസ്ക്, ഒരു പ്രയർഫുൾ ടാസ്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി ഞാൻ തരും. അത് പ്രാർത്ഥനാപൂർവ്വം നമ്മൾ ചെയ്യുന്നു. ഈ യാത്രയിൽ നിങ്ങൾ തന്നെയല്ല, എൻ്റെ വിശുദ്ധ ബലിയിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ താബോർ ധ്യാന കേന്ദ്രത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനക്കാരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടാകും. അപ്പം അതുകൊണ്ട് ഈ ഒരു വിശുദ്ധ വാരത്തെ നമുക്ക് വിശുദ്ധമായിട്ട് കാക്കാനും, എൻ്റെ ശരീരത്തെ നോക്കിക്കോ, ഒത്തിരി ബോണ്ടേജസ്, ബന്ധനങ്ങളെല്ലാം അഴിയാൻ പോകുന്ന സമയമാണിത്. വിശ്വസിക്കുക, നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം. ദൈവം അനുഗ്രഹിക്കട്ടെ.